ഞാൻ കേരള ലോ അക്കാഡമി ലോ കോളേജിൽ രണ്ടാം വർഷം പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്. എനിക്കുണ്ടായ അനുഭവം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ക്ലാസ്സിലിരിക്കെ നാലാം വർഷം വിദ്യാർത്ഥിയും ഞങ്ങളുടെ കോളേജിലെ പ്രിൻസിപ്പളുടെ മകൻ്റെ കാമുകിയായ ഒരു സ്റ്റുഡൻറ്റ് ഞങ്ങളുടെ ക്ലാസ്സിലോട്ട് കടന്നു വരികയും ഞങ്ങളുടെ 4-5 പേരുടെ പേര് വിളിക്കുകയും ചെയ്തു. ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവൾ കാരണം പറയാതെ, മാമിൻ്റെ അടുത്തും കാരണം പറയാതെ, ഞങ്ങളുടെ അടുത്തും കാരണം പറയാതെ ഞങ്ങളെ ഒരു താഴത്തെ ഹോട്ടലിലോട്ടാണ് വിളിച്ചുകൊണ്ട് പോയത്. ആ ഹോട്ടലിലോട്ട് വിളിച്ചുകൊണ്ട് പോയിട്ട് അവിടുത്തെ ജോലികൾ ചെയ്യാനും അവിടുത്തെ മേശ കഴുകാനും മേശ വൃത്തിയാക്കാനും എച്ചിലെടുക്കാനും പോരാത്തതിന് ബിരിയാണി വിളമ്പാനായിട്ട് ഞങ്ങളെ പ്രേരിപ്പിച്ചു. പോരാത്തതിന് ഞങ്ങളുടെ അവിടുത്തെ ബ്രൗഷർ തന്നിട്ട് പറഞ്ഞു, അടുത്താണ് ബീവറേജിലെ ആൾക്കാരെ കൂടുതലായിട്ട് ആകർഷിക്കാനാണ് ഈ പരിപാടി തുടങ്ങുന്നത് എന്ന് പറഞ്ഞ് ഞങ്ങളുടെ അടുത്ത് ബ്രൗഷർ തരികയും ഞങ്ങൾ ബീവറേജിൽ പോയി അവിടെ കൊടുക്കണമെന്നും പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ യൂണിഫോമിലാണ്, ഞങ്ങൾക്ക് ബീവറേജിൽ പോകാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞപ്പം പറഞ്ഞു, നിങ്ങൾ പോയി റൂമിൽ പോയി നിങ്ങൾ യൂണിഫോം മാറ്റുകയും നിങ്ങൾ കളർ ഡ്രസ്സ് ഇടുകയും അന്ന് ഇവിടെ ബ്രൗഷർ എന്നിട്ട് കൊടുത്താൽ മതി എന്ന് പറയുകയും ചെയ്തു. പോരാത്തതിന് നിങ്ങൾ ഇന്ന് മാത്രമല്ല ഒരാഴ്ചത്തേക്ക് ഇവിടെ ജോലി ചെയ്യണം എന്നും കൂടി പറഞ്ഞു. അതേപോലെ തന്നെ എനിക്ക് ഗ്രാൻറ്റുമായിട്ട് ഞാൻ 2 തവണ ഇവിടെ കോളേജിൽ സമീപിച്ചു. ഗ്രാൻറ്റ് എനിക്ക് SC ഗ്രാൻറ്റ്സ് അപ്ലൈ ചെയ്ത് ഇവിടെ കൊണ്ടുപോയി ഓഫീസിൽ കൊണ്ടുപോയി കൊടുത്തു. ഞാൻ ഗവൺമെൻറ് സീറ്റിലാണ് വന്നത്. ഇവിടെ ഓഫീസിൽ കൊണ്ടുപോയി കൊടുത്തപ്പോൾ അവർ പറഞ്ഞു, ഗവൺമെൻറ് സീറ്റിൽ വന്നവർക്ക് ഇവിടെ ഗ്രാൻറ്റ് കൊടുക്കുന്നുണ്ട്, അപ്പം അപ്ലൈ ചെയ്ത് കൊണ്ടുപോയി കൊടുക്കുന്നത്. ഞാൻ 2ാം വർഷമാണ് പഠിക്കുന്നത്. ഫസ്റ്റ് ഇയറിൽ അപ്ലൈ ചെയ്ത് കൊണ്ടുപോയി കൊടുത്തു, സെക്കൻഡ് ഇയറിലും അപ്ലൈ ചെയ്ത് കൊടുത്തു. അവരിതുവരെ സ്വീകരിച്ചിട്ടില്ല. അത് ഫോർവേഡ് ചെയ്യാനായിട്ടുള്ള ഒരു ഇത് എടുത്തിട്ടില്ല. ഇതുവരെ അവർ ഫോർവേഡ് ചെയ്തിട്ടുമില്ല. അതേപോലെ തന്നെ എനിക്ക് പോസ്റ്റ് മാട്രിക് ഹോസ്റ്റലിന്, അതായത് SC ഹോസ്റ്റലിൽ ഞാൻ അപ്ലൈ ചെയ്തപ്പം അവർ പറഞ്ഞത് സ്റ്റൈപ്പൻറ്റും ലംസം ഗ്രാൻറ്റും കിട്ടാത്ത ഒരു വിദ്യാർത്ഥിക്ക്, അതായത് ലോ അക്കാഡമി പഠിക്കുന്ന വിദ്യാർത്ഥിക്ക് ലംസം ഗ്രാൻറ്റും സ്റ്റൈപ്പൻറ്റും കിട്ടുന്നില്ല. അപ്പം അവർക്ക് അങ്ങനെ ഒരു വിദ്യാർത്ഥിക്ക് ഞങ്ങൾ ഹോസ്റ്റൽ കൊടുക്കുകയില്ലെന്ന് പറഞ്ഞു. ഞാനിപ്പം ഫീസ് കൊടുത്താണ്, വെളിയിൽ റൂം എടുത്താണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ കേരള ലോ അക്കാഡമി ലോ കോളേജിലെ വിദ്യാർത്ഥിയാണ്. ഞങ്ങളുടെ കോളേജിലെ പ്രിൻസിപ്പൽ ഡോക്ടർ ലക്ഷ്മി നായർ ഒരു ഫ്യൂഡൽ മാടമ്പയെ പോലെയാണ് ഞങ്ങളെ പെരുമാറുന്നത്. SC വിഭാഗത്തിൽപ്പെട്ട ഞങ്ങളെ ജാതീയമായി അധിക്ഷേപിക്കുകയും ഞങ്ങളെ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളെ അവരുടെ ഉടമസ്ഥയുള്ള ഹോട്ടലിൽ പണിയെടുപ്പിക്കുകയും എച്ചിലെടുക്കുകയും അതുപോലെ മേശ തുടക്കുകയും ചെയ്യിപ്പിക്കുകയാണ് കോളേജ് പ്രിൻസിപ്പലിൻ്റെ പരിപാടി. ഞാൻ ഈ കോളേജിൽ അഡ്മിഷൻ എടുത്ത അന്ന് മുതൽ ഞങ്ങൾക്കെതിരെ, ദളിതർക്കെതിരെ അധിക്ഷേപം തുടങ്ങിയത്. കാരണം ഞങ്ങൾ ആദ്യം തന്നെ അഡ്മിഷൻ എടുക്കാൻ വരുമ്പോൾ മാഡം പറയും, ഈ കോളേജിൽ SC ഗ്രാൻഡ് ഇല്ല, അതുകൊണ്ട് നിങ്ങൾ ഈ കോളേജിൽ പഠിക്കേണ്ട, മറ്റേതെങ്കിലും കോളേജിൽ പഠിക്കാനാണ് ഈ കോളേജിലെ പ്രിൻസിപ്പൽ ഞങ്ങളോട്. ആദ്യം തന്നെ ഞങ്ങളുടെ പഠനത്തെ നിരുത്സാഹപ്പെടുത്തിയാണ് കോളേജ് മാനേജ്മെൻറ്റ് ചെയ്യുന്നത്. അത്തരത്തിൽ പഠനം നിർത്തിപ്പോയ എത്ര SC വിദ്യാർത്ഥികൾ എനിക്ക് പരിചയമുണ്ട്. മാത്രമല്ല SC ഗ്രാൻഡ് കിട്ടുന്നില്ല എന്ന പരാതി ഞങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു. പിന്നീട് മാനേജ്മെൻറ്റുമായി ചർച്ചയിൽ ഫീസ് കൺസെഷനോട് കൂടിയാണ് ഞങ്ങളിപ്പോൾ അവിടെ പഠിക്കുന്നത്. അതും ഞങ്ങൾക്ക് ഭരണഘടന ഉറപ്പ് നൽകിയിട്ടുള്ള അവകാശത്തെ കോളേജ് മാനേജ്മെൻറ്റിൻ്റെ ഒരു ഔദാര്യം പോലെയാണ് ഞങ്ങളിപ്പോൾ അവിടെ പഠിക്കുന്നത്. ഫീസ് കൺസെഷനോട് കൂടി പഠിക്കുകയും ഞങ്ങൾക്ക് 3 വർഷത്തിനുള്ളിൽ തന്നെ ഗ്രാൻഡ് മറ്റ് സംവിധാനങ്ങൾ സർക്കാരിൽ നിന്ന് ലഭ്യമാക്കുന്ന ഉറപ്പ് നൽകിയിട്ടാണ് ഞങ്ങളവിടെ പഠനം ആരംഭിച്ചത്. എന്നാൽ 4 വർഷം കഴിഞ്ഞിട്ടും ഞങ്ങൾക്ക് അത്തരത്തിലൊരു ഗ്രാൻഡോ ഒന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പത്രത്തിലടക്കം വാർത്ത കൊടുത്തപ്പോൾ കോളേജ് മാനേജ്മെൻറ്റ് എന്നെ വിളിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞ് SC വിദ്യാർത്ഥികൾ ഈ കോളേജ് തകർക്കാൻ വേണ്ടി പോകുകയാണെന്നും അതുപോലെ തന്നെ ഈ കോളേജ് തകർത്താൽ ഞങ്ങൾ സമരവുമായി മുന്നോട്ട് പോകുമെന്നും, കുടിൽക്കെട്ട് സമരം അടക്കമുള്ള സമരവുമായി മുന്നോട്ട് പോകുമെന്നും ഞാൻ പറഞ്ഞപ്പോൾ മാഡം പറഞ്ഞൊരു വാക്കുണ്ട്, നിങ്ങൾ എന്ത് സമരം ചെയ്താലും ശരി, കുടിൽക്കെട്ടി സമരം എന്ത് സമരം ചെയ്താലും ശരി, ചിലപ്പോൾ 2-3 ദിവസം കോളേജ് അടച്ചിടും, എനിക്ക് വേറെ പണി അറിയാം, ഞാൻ ആ പണി ചെയ്യും, അല്ലാതെ എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല, ഞാനൊരു സ്ത്രീയാണ്, ഞാൻ ഏത് കോടതി പോയാലും സ്ത്രീ എന്ന പരിഗണന എനിക്കുണ്ടാകുമെന്ന് പറയും. മാത്രമല്ല നിർബന്ധിച്ച് ഞാൻ നൽകിയ ആ പത്രവാർത്ത മാഡം പിൻവലിക്കുകയാണ് ചെയ്തത്. തുടർന്ന് ഓഫീസിന് മുന്നിൽ പത്രവാർത്ത പിൻവലിച്ച ശേഷം മാഡം എന്നെ വളരെ ജാതീയമായി അധിക്ഷേപിച്ചു. മറ്റൊരു SC വിദ്യാർത്ഥിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, ആ SC വിദ്യാർത്ഥി ഒരു പണക്കാരനാണ്, അവന് സമ്പത്തുണ്ട്, ഞാനൊരു സാധാരണക്കാരനാണ്. അപ്പോൾ ആ ഒരു വിദ്യാർത്ഥിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എന്നെ മാഡം പറഞ്ഞ കാര്യം ഞാൻ ഇന്നും ഓർക്കുന്നു. നീ മാത്രമല്ല ഇവിടുത്തെ SC അവനുമുണ്ട്, അവൻ ഇതുവരെ എൻ്റെ അടുത്ത് ഗ്രാൻറ്റ് ചോദിച്ചില്ല, പിന്നെ നിനക്ക് എന്തിനാണ് ഗ്രാൻറ്റ്? അതിനുശേഷം ജാതീയമായി അധിക്ഷേപിക്കുകയുണ്ടായി. അത് എനിക്ക് പറയാൻ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഞങ്ങൾ ഈ SC വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ പരാതി 19-ാം തീയതി തന്നെ നൽകാൻ SC കമ്മീഷൻ നൽകാൻ തീരുമാനിച്ചു. എന്നാൽ അന്ന് ഇതിൻ്റെ കമ്മീഷൻ ചെയർമാൻ സിറ്റിംഗ് ചെയ്യുന്നത് കൊട്ടാരക്കരയാണ്. ഞങ്ങൾ കാറ് പിടിച്ച് ഇല്ലാത്ത പണം മുടക്കി ഞങ്ങൾ കാറ് പിടിച്ച് വൈകുന്നേരത്തിന് മുമ്പ് അവിടെ എത്തിയപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾക്കുണ്ടായ അനുഭവം വളരെ ദയനീയമാണ്, അല്ലെങ്കിൽ പരിഹാസമാണ്. അദ്ദേഹം ആദ്യം തന്നെ പറയുകയാണ്, ഞങ്ങൾ ലോ അക്കാഡമി വിദ്യാർത്ഥികളാണെന്ന് പറയുമ്പോൾ അദ്ദേഹം പറയുന്നത്, ഞാനും ആ കോളേജിലെ ഫസ്റ്റ് ബാച്ചിൽ പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥിയാണ്. മാത്രമല്ല ഞങ്ങൾ ലക്ഷ്മി നായർക്കെതിരെയാണ് പരാതി നൽകിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, ലക്ഷ്മി നായരിൻ്റെ സമൂഹത്തിലുണ്ടാകുന്ന പവർ, അല്ലെങ്കിൽ ഡയറക്ടർ നാരായണ സാറിൻ്റെ സമൂഹത്തിന് രാഷ്ട്രീയത്തിലുള്ള സ്വാധീനത്തെക്കുറിച്ചൊക്കെ വാദോരാതെ സംസാരിക്കുകയാണ് അദ്ദേഹം ചെയ്തത്.
എന്നിട്ട് അദ്ദേഹത്തിന് കാല് വയ്യ എന്ന് പറഞ്ഞിട്ട് 2 കാലും എടുത്ത് മേശമേൽ വെച്ചിട്ടാണ് ഞങ്ങളുടെ പരാതി നോക്കിയത്. 2 ഫോട്ടോ കോപ്പി കുറഞ്ഞു എന്ന പേരിൽ ഞങ്ങൾ പരാതി സ്വീകരിച്ചിട്ടില്ല. മാത്രമല്ല ഞങ്ങളുടെ പരാതിയെ നിരുത്സാഹപ്പെടുത്താനാണ് അദ്ദേഹം ശ്രമിച്ചത്. ജാതിപ്പേര് പരസ്യമായിട്ട് വിളിച്ചാൽ മാത്രമേ കേസുള്ളൂ എന്നും മാഡത്തിന് റൂമിൽ വിളിച്ച് ഒരു ജാതിപ്പേര് വിളിച്ചാൽ അത് കേസില്ല എന്നും അതുമായി ബന്ധപ്പെട്ട് 150ഓളം കേസുകൾ ഇപ്പോഴും അത് വിധി വരാതെ നിലനിൽക്കുന്നുവെന്നും നിരുത്സാഹപ്പെടുത്തുകയാണ് ചെയർമാൻ ചെയ്തത്. അപ്പോൾ ഞങ്ങളിപ്പോൾ അതിനുശേഷം ഞങ്ങൾ 21-ാം തീയതി പേരൂർക്കട CAക്ക് പരാതി നൽകിയിട്ടുണ്ട്. അദ്ദേഹം പരാതി സ്വീകരിച്ച മാത്രമേ ഉള്ളൂ, വേറെ നടപടികളൊന്നും സ്വീകരിച്ചിട്ടില്ല. ഇപ്പോൾ ഞങ്ങൾ ചെയർമാനെ കാണാൻ വേണ്ടി ഇവിടെ എത്തിയിരിക്കുകയാണ്. ചെയർമാൻ മാധ്യമം ഉള്ളതുകൊണ്ട് മാത്രം ഞങ്ങളെ കാണുവാനും 2:30ക്ക് കോർട്ട് ഹാളിലോട്ട് ചെല്ലാനും പറഞ്ഞിട്ടുണ്ട്.